ഇത്തവണ ലോകകപ്പ് കിരീടത്തിൽ അണ്ണൻ തന്നെ മുത്തമിടണമെന്ന് ആഗ്രഹിച്ച ഞാൻ മാത്രമല്ല, സാക്ഷാൽ IM വിജയൻ കൂടിയാണ്. ഇനി എന്റെ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമാണോ അണ്ണന്റെ ഫാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവാണ് ഈ കാണുന്ന പേരിയ ഫ്ലെക്സ് ബോർഡ്. ഇത് വക്കത്തെ പിള്ളേർ അണ്ണൻ ഒരുക്കിയ ട്രിബ്യൂട്ടാണ്. അപ്പൊ എന്തായാലും അണ്ണന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ വന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കുക കമന്റ് ആയിട്ട്. ഈ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് തരത്തിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഫുട്ബോൾ കളിക്കാൻ അറിയുന്നവരും, പിന്നെ ഫുട്ബോൾ കളിക്കാനും അറിയത്തില്ല, അതിന്റെ നിയമങ്ങളും അറിയത്തില്ല, എന്നാൽ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന താരരാജാവിനൊപ്പം അണിനിരക്കുന്ന തരം ഫാൻസും ഉണ്ട്. അപ്പൊ ഞാനിതിൽ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ എന്റെ കാഴ്ചപ്പാടിൽ അണ്ണൻ എന്നും ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ്. ആഫ്റ്റർ ദ ലെജൻഡറി പെലെ. ഫുട്ബോളിൽ പെലെ എന്ന് പറയുന്ന ഇതിഹാസം ഒരു എക്സെപ്ഷണൽ ആയിരുന്നെങ്കിലും അണ്ണന്റെ ഹൈറ്റും എലീറ്റ് സ്ട്രെങ്ത് ആൻഡ് എജിലിറ്റി, എക്സ്ട്രാ ഓർഡിനറി വെർട്ടിക്കൽ ജമ്പ്, ഹെഡിങ് ആക്യുറസി, എന്തിന് അണ്ണൻ ഒരു ലീതൽ വെപ്പൺ ആണ് ഏരിയൽ ഡോമിനൻസിന്. പിന്നെ അണ്ണന്റെ പ്രായത്തെ കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ അണ്ണൻ എന്നും കൺസിസ്റ്റന്റ് ആണ്. അൻ ഇൻക്രെഡിബിൾ ലോഞ്ചിവിറ്റി ആസ് എ ഫുട്ബോൾ പ്ലെയർ. സംഭവം ഇങ്ങനെയൊക്കെ ഞാൻ തള്ളി മറിച്ചാലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഗെയിമാണ്. എന്നിലെ ഫുട്ബോൾ കളിക്കാരന്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കളിക്കുന്ന ഞാൻ ബോളും കൊണ്ട് പോസ്റ്റിന് അടുത്തെത്തുമ്പോഴും റൈറ്റ് വിങ്ങെന്നോ ലെഫ്റ്റ് വിങ്ങെന്നോ അല്ലെങ്കിൽ സെന്ററിന്നോ ഒക്കെ എനിക്ക് പാസ് തന്നിട്ട് എന്നോടൊപ്പം ഓടി വരുന്ന ഒരു പ്ലെയറിൽ ഞാൻ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതെ, ചിലപ്പോൾ എനിക്ക് എന്റെ ഗോൾ അടിക്കാനുള്ള അവസരം കിട്ടും, എങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ ചില പ്രോബബിലിറ്റീസ് തോന്നും. അതായത് ഞാൻ എന്റെ പാർട്ണർ പ്ലെയർക്ക് ഒരു പാസ് കൊടുക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി എന്നെക്കാൾ സേഫ് സോണിലാണ്, ആളിന് ചിലപ്പോൾ അത് ഷുവർ ഗോളാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു വിശ്വാസവും ആ ഒരു സിങ്ക്രണൈസേഷനുമാണ് ശരിക്കുള്ളൊരു ടീം ഗെയിം. ഇതിപ്പോൾ അണ്ണന്റെ ടീമിനെ കുറ്റം പറയാറില്ല, എങ്കിലും ഇത്തരത്തിലൊരു പെർഫെക്റ്റ് സിങ്ക് മറ്റ് പല ടീമുകളും, പുതിയ ടീമുകൾ വരെ കാഴ്ചവെച്ചു. ഉദാഹരണം പറഞ്ഞാൽ കാബോ വെർഡെ, നോർവേ, ജപ്പാനൊക്കെ പ്രൊഫഷണലിസമായിട്ട് ഇറ്റ് സ്പീക്ക്. അവരുടെ സൈസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു നല്ല കോച്ചിനെ കിട്ടിയാൽ ഇന്ത്യക്ക് വരെ ഇങ്ങനെ ഒരു ടീമിനെ ചിലപ്പോൾ ഭാവിയിൽ ഇറക്കാൻ സാധിച്ചേക്കും. അതുപോലെ തന്നെ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ എനിക്ക് ഏറ്റവും അധികം ദുഃഖം തോന്നിയത് ഫുട്ബോളിൽ മോഡേൺ ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ കൊണ്ട് തന്നെ വളരെ നിരാശയോടുകൂടി ക്രൊയേഷ്യൻ പ്ലെയറായ ലൂക്ക മോഡ്രിച്ചിന്റെ മുഖത്ത് വിരിഞ്ഞ ആ ഒരു പുഞ്ചിരിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആവേശം പകർന്നതും ആനന്ദിച്ചതും ആഹ്ലാദിച്ചതും സ്പെയിൻ്റെ ആ ഒരു വെൽ സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം പ്ലേ ആണ്. ടെക്നിക്കൽ പാസിങ്, ആ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിം പ്ലാനിനെ ടിക്കിട്ടാക്കാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഒന്നോർക്കുക, അഗ്രസീവ് ഗെയിം പ്ലാനും ഫൗൾസും ഒന്നും കൊണ്ടൊന്നും നമുക്ക് ഫുട്ബോൾ ജയിക്കാൻ പറ്റത്തില്ല. ഫുട്ബോൾ എന്ന ഗെയിമിന് ഒരു അന്തസ്സുണ്ട്, ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു പ്ലെയറും ഏതൊരു ടീമും നമ്മുടെയൊക്കെ മനസ്സ് തന്നെ കീഴടക്കും.